രാജു പി നായർ നാടിനെ നാണം കെടുത്തിയ, നിയമസഭയെ നാണം കെടുത്തിയ ഇപ്പോൾ നിയമസഭാ കയ്യാങ്കളി കേസിലെ പ്രതികൾ CR നീലകണ്ഠൻ പറയുന്ന ഒറ്റ ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ലെങ്കിലും പണ്ട് പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങി. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജയിലിൽ കിടക്കണം. രാജു, എനിക്ക് സജീഷിനോടൊക്കെ പറയാനുള്ളത്, ദയവേദി ഈ കഥകളൊക്കെ ഇപ്പൊ പറയരുത്. കാരണം ഈ 2500 പോലീസുകാരുടെ ഇടയിലേക്ക് മാറി ഈ കരിങ്കൊടി കണ്ടാൽ ചത്തുപോകുന്നു വിചാരിക്കുന്നവനൊക്കെ ഇത്തരത്തിലുള്ള പണിയൊക്കെ ചെയ്തിട്ട് പറഞ്ഞാൽ അത് തള്ളടിക്കാന്ന് വിചാരിക്കും. സജീഷൊക്കെ വെറും തള്ളുമ എന്ന് പറയാൻ വേണ്ടി ചാനൽ വരിക എന്ന് ജനങ്ങൾ വിചാരിക്കും. അത്രയൊക്കെ അനുഭവമുള്ളവൻ 10 പേര് മുന്നോട്ട് കരിങ്കൊടിയായിട്ട് വന്നാൽ കന്ന് കാണിച്ചിട്ട് പോടാ എന്ന് പറയാനുള്ള ധൈര്യം വേണം. അതല്ലാതെ ഇങ്ങനത്തെ ഭീരുവായിട്ട് ഈ ഇതിനകത്ത് കയറി വിളിക്കുന്നവന്റെ വീരവാദമാണോ ഈ പറയുന്നത്? ചോദിച്ചാൽ നാണമുണ്ടോ സജീഷ് ഇതൊക്കെ പറയാനായിട്ട്? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രിവിലേജിന്റെ കാര്യം ഹസ്കർ പറഞ്ഞത്. ഹസ്കർജി, ഒരു പ്രിവിലേജ് ഇല്ലാത്ത ഒരാളുടെ കാര്യം ഞാൻ പറയാം, ഉള്ള ഒരാളുടെ കാര്യം ഞാൻ പറയാം. ആർഷോ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? എത്ര കേസിലെ പിടികിട്ട പുള്ളിയാ? എറണാകുളത്തെ CJM കോടതി ജാമ്യം റദ്ദാക്കിയ കേസിലെ പ്രതിയാണ് ഇല്ലേ? ഒരു പാവപ്പെട്ട ദളിത് കുട്ടിയുടെ മേത്തേക്ക് ചാടി ചവിട്ടി നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുവടി ഇത് പറഞ്ഞ കേസിലെ പ്രതി. എന്നിട്ട് അതിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടി വ്യാജരേഖ ചമച്ച കേസിലെ പ്രതി ശ്രീ ഹസ്കറിന് അടുത്ത ഘട്ടത്തിൽ പറയാമോ ഈ പിണറായി വിജയൻ ആർഷോനെ അറസ്റ്റ് ചെയ്യാത്തത് നീതികേടാണ് എന്ന് പറയാൻ നിങ്ങളുടെ നാവ് പൊങ്ങുമോ ഹസ്കറെ? നിങ്ങളുടെ നാവ് പൊങ്ങുമോ? ഇനി മറ്റൊരു കേസ് ഞാൻ പറയാം. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ റഹീമും സ്വരാജും 1 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരല്ലേ? ഇവർ ഉമ്മൻചാണ്ടിയുടെ +2 കാലത്ത് നടത്തിയ അക്രമമല്ലേ? ആ സ്വരാജിനെയും റഹീമിനെയും വീട് കയറി 5:30 മണിക്ക് അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ? അവരെല്ലാ പ്രിവിലേജും കൂടി അവർ നിയമത്തിന്റെ വഴിയിലൂടെ പോയി ആ നിയമത്തിൽ ശിക്ഷിക്കപ്പെട്ടു ഇല്ലേ? അപ്പൊ പ്രിവിലേജ് എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായോ? ഇനി അങ്ങ് പറയുന്ന പ്രിവിലേജ് അല്ലെങ്കിൽ അങ്ങ് പറയുന്ന വലിയ വകുപ്പുകളുണ്ടല്ലോ, ആ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന SFI CPM നേതാവ് ബലാത്സംഗം ചെയ്ത കേസിൽ ആ പാവം പെൺകുട്ടിയെ ആക്രമിച്ചതിന് SC അട്രോസിറ്റീസ് വകുപ്പ് ചേർത്തിരുന്നെങ്കിൽ ഇവൻ രക്ഷപ്പെടില്ലായിരുന്നു. മനസ്സിലായില്ലേ? ബലാത്സംഗികൾക്ക് പിണറായി വിജയൻ കൊടുക്കുന്ന പ്രിവിലേജ്. അസ്കറെ, നിങ്ങൾക്ക് നാണം തോന്നണം ഇവിടെ വന്നിരുന്ന് പ്രിവിലേജിന്റെ കാര്യം പറയുമ്പോ. ബലാത്സംഗം 6 വയസ്സുകാരി കുട്ടിയെ ബലാത്സംഗം ചെയ്ത CPM നേതാവിന് പിണറായി വിജയൻ കൊടുത്ത ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അല്ല, ഏത് നേതാവ് തോന്നിവാസം പറയുന്നത് ചർച്ചയിലിരുന്ന് ക്ഷമയ്ക്കൊരു അതിരുണ്ട്, ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഹാഷ്മി, അവതാരകൻ എന്ന് പറഞ്ഞിട്ട് CPM ഏത് നേതാവ് തോന്നിവാസം പറയുകയാണ്? ചർച്ച പറഞ്ഞിട്ടുള്ളത് അല്ല. ഒരു കാര്യം അല്പമെങ്കിലും സഭ്യമായ രീതിയിൽ മര്യാദയിൽ സംസാരിക്കാൻ വേണ്ടി പറയും. ഈ ചർച്ച എന്നൊന്ന് പറഞ്ഞ അവസാനത്തെ ചർച്ചയല്ല കേട്ടോ. ഹാഷ്മി, ആസ്വദിച്ചിരുന്നോ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. സജീഷിനോട് പറഞ്ഞോളൂ, സജീഷിനോട് പറഞ്ഞോളൂ. CPM ഒരു പ്രവർത്തകനല്ല, തോന്നിവാസം പറയരുത്. ഇത് കോൺഗ്രസ് അല്ല, CPM പ്രവർത്തനമല്ലെന്നാണ് പറയുന്നത്. പക്ഷേ വണ്ടിപ്പെരിയാറിൽ ആ കുട്ടിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത് യൂത്ത് കോൺഗ്രസിന് നേരെ DYFI സമരമായി ഇറങ്ങി. എന്തിനാണെന്ന് അറിയില്ല കേട്ടോ സജീഷെ. വണ്ടിപ്പെരിയാറിൽ ആ കുട്ടിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരത്തിന് നേരെ DYFI ഓഫീസിൽ നിന്ന് ആക്രമണം അഴിച്ചു വിട്ടു. എന്തിനായിരുന്നു? യൂത്ത് കോൺഗ്രസിൽ ആ കുട്ടിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങൾ കൂടിയാ. DYFI അവിടെ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ ആക്രമണം അഴിച്ചിട്ട് എന്തിനായിരുന്നു അത്? അല്ല സജീഷ് അവിടെ മിണ്ടാതി, വാരി വലിച്ചെറിഞ്ഞു. എന്തിനായിരുന്നു അത് സജീഷ്? ഞാൻ പറയട്ടെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞോട്ടെ, അത് മര്യാദയുടെ ഭാഷയിൽ കേട്ട് ആസ്വദിക്കുന്നതിന് അതിരുണ്ട്. ഞാൻ പറയാനുള്ളൂ, പൊതുമുതൽ നശിപ്പിച്ച KSRTC ബസ്സുകൾ ഉൾപ്പെടെ കത്തിച്ച് അതിനകത്തുള്ള മനുഷ്യരെ കൂടി കൊന്ന സംഘടനയുടെ പേര് CPM എന്നല്ലേ? ഈ പൊതുമുതൽ നശിപ്പിച്ച മുഴുവൻ കേസിലും ഏറ്റവും കൂടുതൽ പ്രതിയേർക്കപ്പെട്ടിട്ടുള്ള CPM. എന്നിട്ട് ഇപ്പൊ പൊതുമുതലിനെ സേതു വന്നിരിക്കുന്നു. ഭരണത്തോടൊപ്പം സമരം നടത്തണമെന്ന് പറഞ്ഞ CPM രാഷ്ട്രീയമാണ് ഈ പറയുന്നത്. കേട്ടു നോക്കണം. ഭരണത്തോടൊപ്പം സമരവും എന്ന് CPM നടത്തിയിട്ടുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയം മാറിയിട്ട് ഭരണകൂടത്തോട് സമരം ചെയ്യാൻ ഒരു മനുഷ്യനും അവകാശമില്ല, അധികാരമില്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ നിയമം നടപ്പാക്കുകയല്ല, ഞങ്ങൾ ഭയാനകമായ രീതിയിൽ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, നിങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുക്കുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള തെളിവല്ലേ? നിയമം നടപ്പാക്കട്ടെ. ആ രാഹുൽ കഴിഞ്ഞ ദിവസം വരെ തിരുവനന്തപുരത്തുണ്ടായിരുന്നല്ലോ, കലോത്സവ വേദിയിലുണ്ടായിരുന്നല്ലോ. എവിടെ പോയിരുന്നു നിങ്ങളുടെ പോലീസ്? എവിടെയായിരുന്നു പോലീസ്? വിളിച്ചു വരുത്തിട്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ?
അല്ലാതെ അതല്ലേ മാന്യത? അല്ലാതെ പോലീസിന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. അല്ല ഇന്നിപ്പോ പക്ഷേ ഇന്നിപ്പോ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് പോലീസിന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യും. വേണ്ടാത്തത് അല്ലാതെ പോലീസിന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. അങ്ങനെയാണോ ആഷ്മി പറഞ്ഞത്? അങ്ങനെയാണോ ആഷ്മി പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. പ്രവർത്തകനല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. പോലീസ് മേധാവിയുടെ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ സ്ട്രാറ്റജി പോലീസ് തീരുമാനിക്കുന്നതാണ് പറഞ്ഞത്. എത്ര കളവൊരു ചർച്ചയിൽ പറയും. സതീഷ് അങ്ങനെയാണ് പറഞ്ഞത്. ആ സ്ട്രാറ്റജി പോലീസ് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. എപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്ന് സ്ട്രാറ്റജി പോലീസ് തീരുമാനിക്കുന്നതാണ് പറഞ്ഞതല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? പറയൂ. എന്താണ് പറഞ്ഞത്? കളവ് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ അധപ്പതിക്കരുത്. അല്ല എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? പറ സതീഷ് പറ. അല്ല സതീഷ് പറ. ഒരു മിനിറ്റ്. അല്ല സതീഷ് പറ. അല്ല സതീഷ് പറ. അല്ല സതീഷ് പറ. സതീഷ് പറ. ഞാൻ വ്യക്തമാക്കി തരാം. സതീഷ് പറ. എന്താണ് പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും സ്ട്രാറ്റജി പോലീസ് തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? സതീഷ് സ്ട്രാറ്റജി എപ്പോൾ എങ്ങനെ എന്ന് പോലീസ് തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. തോന്നിയ പോലെ എന്നാണോ പറഞ്ഞത്? സാർ അതിന്റെ അർത്ഥം എന്താണ്? വാചകമാണോ? അതിന്റെ അർത്ഥം എന്താണ്? പോലീസിന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിനർത്ഥം. പോലീസിന് തോന്നുമ്പോൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അർത്ഥം. പിന്നെന്താണ്? പിന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? എന്താണ് പിന്നെ അർത്ഥം? ആഷ്മി ക്ഷമിക്കോ? ധൈര്യം ഉണ്ടേ മിണ്ടാതിരിക്കുക ആഷ്മി. ധൈര്യം ഉണ്ടേ മിണ്ടാതിരിക്കെ. പറയട്ടെ, ഞാൻ പറയുന്ന വാചകം പൂർത്തീകരിച്ചിട്ട് ഇടപെടാവൂ, അത്രേ ഉള്ളൂ. ധൈര്യം ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയാൻ പറ്റിയ ആളാട്ടോ. ചർച്ചയുടെ തുടക്കം മൊത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നോട് പറയാണ് ധൈര്യം ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കാൻ. സാഹചര്യത്തിനനുസരിച്ച് സതീഷ് പറഞ്ഞു പൂർത്തിയാക്കൂ, വെല്ലുവിളി നടത്താതെ. അതെ, എന്താ സംശയം? ആഷ്മി പറയാൻ അനുവദിക്കില്ലല്ലോ. എവിടെയും വെച്ച് കട്ട് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കളിയല്ലേ, അതല്ലേ രീതി. അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ പറയുന്നത് കേട്ടു പോകരുത് എന്ന് തീരുമാനിച്ചിറങ്ങിയല്ലേ, അതല്ലേ പ്രശ്നം. ഇത് കേക്ക്. അതായത് പോലീസ് മേധാവി പറഞ്ഞത് വളരെ കൃത്യമാണ്. അതായത് ഈ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സമയവും സാഹചര്യവും നോക്കണം. എന്തുകൊണ്ടെന്നാൽ പൊതുവായ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള നല്ല അഭിനേതാക്കളെ ആളുകളെ സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് കുഴപ്പമുണ്ടാക്കി അതിൻ്റെ പേരിലൊരു സീനുണ്ടാക്കി ഇതാണ് ആഗ്രഹിക്കുന്നത്. ചത്ത് കിടക്കുന്ന ആ യൂത്ത് കോൺഗ്രസിനെ ഒന്ന് ജീവിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള പല സാഹചര്യവും ഒരുക്കി സ്കൂൾ യുവജനോത്സവത്തിന്റെ സ്ഥലത്ത് മറ്റുള്ള സ്ഥലത്ത് പണ്ട് ജൂനിയർ മാൻഡ്രക്സിൽ ജഗതി റൂട്ട് പോയി കിടക്കുന്ന പോലെ കിടക്കുക. പക്ഷേ അങ്ങനെ വൃത്തിയോട് പറഞ്ഞ പോലെ കള്ളം പറയരുത്. വിളിച്ചു വരുത്തിയിട്ട് എന്ത് സീനുണ്ടായി? ശരി സതീഷ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതിനേക്കാൾ കൂടുതൽ ഗ്രാവിറ്റിയുള്ള വ്യാജരേഖ കേസിൽ നോട്ടീസ് കൊടുത്ത് രാഹുലിനെ വിളിച്ചു വരുത്തിയപ്പോൾ എന്ത് സീനുണ്ടായി എന്ന ചോദ്യത്തിനോട് ചേർത്ത് മറുപടി പറഞ്ഞോളൂ. അല്ല ആഷ്മി, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിന് മറുപടി പറയാൻ അവസരം തരുമോ? അല്ല ഇപ്പം എൻ്റെ അവസരം അങ്ങ് തീരുമോ? എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? ഇപ്പോൾ ഒറ്റ അതല്ല, എനിക്ക് ഇവിടെ പറഞ്ഞ തുടക്കം മുതൽ കഥയില്ലാത്ത കാര്യങ്ങൾ എത്ര സമയം കളഞ്ഞു സതീഷ് ഒന്ന് ആത്മപരിശോധന നടത്തും. താങ്കൾ ദയവേത് വിഷയത്തിലേക്ക് വാ. തുടക്കം മുതൽ ഒരു കഥയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം ഒരുപാട് കളഞ്ഞു. ദയവേത് ഇനിയെങ്കിലും വിഷയത്തിലേക്കൊന്ന് വാ. സതീഷ് പറയൂ. എനിക്ക് പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഇപ്പോൾ രാഹുലിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് അത് കൃത്യമായി ഏതെങ്കിലും രീതിയിൽ നിയമപരമല്ലാത്ത രീതിയിൽ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല, നിങ്ങൾ കുറേ മാധ്യമങ്ങളെല്ലാം വലിയ സംരക്ഷണം കൊടുക്കുന്നുണ്ട്, വല്ലാത്തൊരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി ആഘോഷിക്കുന്നുവെന്ന് മാത്രം. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും കഴിഞ്ഞ UDF ഭരണകാലം പരിശോധിച്ചാലും ഇതിലും ഭീകരമായിരുന്നു. ഞാൻ പിന്നെ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കയറിയിട്ടില്ലേ പോലീസ്? ഞങ്ങളെയൊക്കെ വീട്ടിൽ കയറിയിട്ടുണ്ട്. മാത്രമല്ല അതിഭീകരമായി പല മർദ്ദനമുറകളും, വീട് വാതിൽ ചവിട്ടിപ്പൊടിക്കുക, അതിഭീകരമായ പല രീതിയിലും DYFIയുടെയും SFIയുടെയും പ്രവർത്തകരെ കാപ്പ ചുമത്തി എത്ര പ്രവർത്തകരെയാണ് നാട് കടത്തിയത്. ഇതെല്ലാം ഒരു കാലത്തുണ്ടായിരുന്നു. അത്തരത്തിലൊന്നും ഇവർക്ക് നേരെയുള്ള സമരം കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ വകുപ്പനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ജയിലിൽ കിടക്കാത്ത ഏത് പൊതുപ്രവർത്തകനെ അറിയാം ആഷ്മിക്ക്? ജയിൽവാസവും സമരത്തിൻ്റെ ഭാഗമായി ജയിൽവാസവും മറ്റെല്ലാം കൈകാര്യം ചെയ്യുന്നവരാണ് പൊതുപ്രവർത്തകർ.
അതിൻ്റെ ഭാഗമായിട്ടുള്ള ത്യാഗം സഹിക്കുന്നവരാണ്. കഴിഞ്ഞ 7.5 വർഷക്കാലമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആൾക്ക് ആദ്യമായിട്ടാണ് ഒരു അറസ്റ്റ് നേരിടേണ്ടി വരുന്നത്, ജയിലിൽ കിടക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ പ്രശ്നം അറസ്റ്റ് ചെയ്ത ആളതല്ലല്ലോ. ഒരു ധാരണയുമില്ലാത്ത, ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത ആളെ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് അടിച്ചുകൊണ്ട് ഒരു പ്രസിഡൻ്റാക്കിയിരിക്കുന്നു. അതുകൊണ്ടുണ്ടായ സംഭവമല്ലേ. അല്ലാതെ ഈ പറഞ്ഞ കോൺഗ്രസ് പോലും നമുക്കറിയാമല്ലോ, നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും സമരം നടത്തുകയും അതിൻ്റെ ഭാഗമായി ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ നോക്കൂ, ഓരോന്നായാലും ഹാഷ്മി നേരത്തെ പറഞ്ഞൊരു കാര്യത്തിനൂടി മറുപടി പറയുന്നുണ്ട്. വളരെ ലളിതമാക്കുകയാണല്ലോ, വിമാനത്തിൽ കയറി ഒരു മുദ്രാവാക്യം വിളിച്ചതിൻ്റെ ഭാഗമായി പ്രശ്നം. എന്നാൽ ഹാഷ്മിനോട് ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ നാളെ ഏതെങ്കിലും ഒരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത്, പ്രധാനമന്ത്രി അതിൻ്റെ അകത്ത് ഉണ്ടാവണ്ട, ഒരു VIP ഉണ്ടാവണ്ട, ടിക്കറ്റ് എടുത്ത് വിമാനം യാത്ര പുറപ്പെടാൻ ആരംഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 3-4 മിനിറ്റ് മുദ്രാവാക്യം വിളിക്കാൻ ഹാഷ്മിക്ക് ധൈര്യമുണ്ടോ? ഹാഷ്മിയുടെ പേര് കേസെടുക്കുവോ? ആ പ്രതിയുടെ പേരെന്തായിരുന്നു? കണ്ണൂരിലെ പ്രതിയുടെ പേരെന്തായിരുന്നു? അത് കുറ്റപത്രം സമർപ്പിച്ചോ സജീഷ്? വർഷം കുറേ കുറ്റപത്രം സമർപ്പിച്ചോ? ഹാഷ്മി പറയട്ടെ, അതാണ് ചോദ്യം. കുറ്റപത്രം സമർപ്പിച്ചോ? അല്ല, പറയട്ടെ. കുറ്റപത്രം സമർപ്പിച്ചു. അപ്പൊ അങ്ങോട്ട് പോയി. അതാണല്ലോ ഇത്ര മാരകമായ കുറ്റമാണെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചോ സജീഷ്? ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയും. ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയും സജീഷ്. അത് കുറ്റപത്രം സമർപ്പിക്കാനുള്ള ധൈര്യം കേരള പോലീസ് കാണിച്ചോ? ഞാൻ പറയട്ടെ, അതിന്റെ കുറ്റപത്രം സമർപ്പിക്കും, അതിന്റെ കേസ് ഉണ്ടാവും. സാർ, വർഷം കുറെ ആയി സാർ. ഒറ്റ മിനിറ്റ് രാജു, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ കയറി വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ മാരകമായ, കേരളം ഇതുവരെ കാണാത്ത മാരകമായ കുറ്റത്തിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ആ പോലീസ് സംവിധാനം പിരിച്ചുകൊണ്ടേ സജീഷേ? വർഷം എത്രയായി? ആണോ? ആഷ്മി, മറുപടി ഇല്ലാത്തപ്പോൾ ആ ചിരി വരും. മറുപടി ഇല്ലാത്തപ്പോൾ ആ ചിരി സജീഷിന് വരും. കുറ്റപത്രം സമർപ്പിക്കാത്ത എന്താണ്? അല്ലല്ല, എനിക്കതിന് മറുപടി ഉണ്ട്, മറുപടി ഉണ്ട്. കുറ്റപത്രം സമർപ്പിക്കാനാവുന്നേ ഉള്ളൂ. ഒരു കേസിനകത്ത് എപ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുക? എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാത്തെന്ന് അറിയോ? എത്ര ദിവസത്തിനുള്ളിൽ ഫർസിൻ മജീദിനെതിരെ എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാത്തെന്ന് അറിയോ സജീഷ്? സമർപ്പിച്ചിട്ടില്ലേ? ചിലപ്പോൾ വർഷം എത്ര കഴിഞ്ഞു സാർ? നാളെ എത്ര കഴിഞ്ഞു സാർ? നാടിന്റെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ കയറി കൊല്ലാൻ ശ്രമിച്ച കേസാണ്. എവിടുന്നാണ് ഇത് ടേൺ ചെയ്ത് കൊണ്ടുപോയത്? നാടിന്റെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച കേസാണ്. ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ലേ സാർ പിണറായി വിജയന്റെ പോലീസിന്? ഹാഷ്മി, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഹാഷ്മിയോട് ആദ്യം ഹാഷ്മിയുടെ പ്രശ്നം കേസെടുത്തതുമായി ബന്ധപ്പെട്ട് ഹാഷ്മിയോട് ഞാൻ ചോദ്യം ചോദിക്കുന്നു. ഹാഷ്മിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു വിമാനത്തിനകത്ത് കയറി ഹാഷ്മി എന്ന മാധ്യമ പ്രവർത്തകൻ പ്രധാനമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരായിട്ട് ഒരു 3 മിനിറ്റ് മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു കേസും ഇല്ലാതെ ഇറങ്ങിപ്പോരുമോ? മാധ്യമപ്രവർത്തകന്റെ പണി മുദ്രാവാക്യം വിളിയല്ല. മാധ്യമപ്രവർത്തകന്റെ പണി മുദ്രാവാക്യം വിളിയല്ല. ശരി, ഇനി രാഷ്ട്രീയ പ്രവർത്തന ഭാഗമായി മുദ്രാവാക്യം വിളിച്ചു. എന്നിട്ട് ഒരു മിനിറ്റ് രാജു ഒരു മിനിറ്റ് കേസെടുത്തു. ശരി, അംഗീകരിക്കുന്നു. നാടിന്റെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു, അംഗീകരിക്കുന്നു. കുറ്റപത്രം എവിടെ സജീഷേ? ഞാൻ പറയട്ടെ, കുറ്റപത്രം എവിടെ? പറയട്ടെ, കുറ്റപത്രം സമർപ്പിക്കാനാവുന്നു. കുറ്റപത്രം സമർപ്പിക്കും. ഒന്നും ആയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പല കാര്യത്തിലും ഒന്നും ആയിട്ടില്ല. പ്രതിയെ കിട്ടിയോ എന്ന് ചോദിച്ചോ? എസ്.കെ. സജീഷ്, കുറ്റപത്രം ഒന്നും ആയിട്ടില്ല. ഹാഷ്മിയാണ് ആയിട്ടില്ല എന്ന് തീരുമാനിക്കുന്നത്. ആണെന്നേ കാലം ചർച്ച ചെയ്തിരുന്നു. താങ്കൾ പരിശോധിക്കുന്നു. പ്രതിയെ കിട്ടിയോ താങ്കളൊന്ന് അന്വേഷിക്ക്. യൂത്ത് കോൺഗ്രസ്സുകാരനെയും താങ്കളൊന്ന് അന്വേഷിക്ക്. പിന്നെ മിണ്ടിയിട്ടില്ല. താങ്കളൊന്ന് അന്വേഷിക്ക്. ഇവിടെ പല കുറ്റപത്രമായിട്ടൊരു ചുക്കുമായിട്ടില്ല സജീഷ്. താങ്കളൊന്ന് അന്വേഷിക്ക്. അന്വേഷിച്ച് പറ. മാധ്യമ പ്രവർത്തകൻ എന്തിനാണ്? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹാഷ്മി, ഞാൻ പറഞ്ഞില്ലേ, ഹാഷ്മിയെ ബോധ്യപ്പെടുത്താൻ ഞാനല്ല. ഇല്ല, ഉത്തരവില്ല. അതുകൊണ്ട് ഉത്തരവില്ല. കുറ്റം സമർപ്പിച്ചിട്ടില്ല, സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പോലീസ്. താങ്കൾ ആരാണ്? ഞാൻ പറഞ്ഞല്ലോ. ഹാഷ്മി, ഒരു കാര്യം ഇവരുടെ വിളമ്പിയ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എന്താ സാങ്ഷൻ കൊടുക്കാത്തെ? എന്താ സാങ്ഷൻ കൊടുക്കാത്തെ? അവസാനിപ്പിച്ചോ? അല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും. സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ലല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇടപെട്ടത് ആസ്കറാണ്, ഞാനല്ല. സജീഷ് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ് രാജു സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും. രാജേഷ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും.
ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് എങ്കിലും ഞാൻ സംസാരിക്കട്ടെ, തെറ്റോ ശരിയോ ആകട്ടെ, ഒരു മിനിറ്റെങ്കിലും ഒരു കാര്യം പറയട്ടെ. അതായത് ഇവിടെ പലതും പറഞ്ഞിരുന്നു, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇവർ നടത്തിയ സമരത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഓഫീസിൽ നിന്നല്ലേ രാധ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് പതാകയിൽ പൊതിഞ്ഞു വെച്ചത്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ഈ യൂത്ത് കോൺഗ്രസ് സംഘടനയുടെ ചരിത്രം എന്താ? നൈന സാഹ്നി എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകയെ കൊന്ന് തന്തൂരി അടുപ്പിലിട്ട ഓർമ്മയില്ലേ സുശീൽ ശർമ്മ നേതാവ്? പിന്നെ എന്തെല്ലാം ഉണ്ട്, ഞാനതിന്റെ വിശദാംശമൊന്നും പോകുന്നില്ല. ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്താണ് സംഘടനയുടെ ചരിത്രം. എന്താണ് താങ്കൾ പറയുമ്പോ താങ്കളുടെ ഭാഷ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, താങ്കളുടെ ഭാഷ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഒരു കാര്യം, അതൊക്കെ താങ്കളുടെ നാവിൽ നിന്ന് വരുന്ന ഏറ്റവും വൃത്തികെട്ട വർത്തമാനങ്ങൾ, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വർത്തമാനങ്ങൾ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം, ഇതിലൊന്നും ഞങ്ങൾ ആരും ഭയക്കുന്നില്ല. ഇവരൊക്കെ സംസാരിക്കുമ്പോൾ താങ്കൾ ഇടപെട്ടുകൊണ്ടേയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഈ തിരിച്ചുണ്ടാവുന്നത്. മനസ്സിലായോ? അതെന്റെ പരിധിയിലുള്ള കാര്യമല്ല. ശരി ഓക്കെ. ഇങ്ങോട്ട് പറയുന്നത് അങ്ങോട്ട് തിരിച്ചു കേൾക്കേണ്ടി വരും, തിരിച്ചു കേൾക്കേണ്ടി വരും. പറയട്ടെ, എന്തിനാണ് ഈ പറയുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏകപക്ഷീയ രണ്ട് പ്രതിനിധികൾ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്, രണ്ടുപേരും മര്യാദ സംസാരിക്കുന്നത്. ഇതൊക്കെ സജീഷ് തോന്നലാണ്, ഇതൊക്കെ സജീഷ് തോന്നലാണ്. മുഖ്യമന്ത്രിക്ക് പ്രാണഭയം അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രതിഷേധം ഉണ്ടായാൽ വധശ്രമമാണ് തോന്നൽ പോലെ സജീഷിന് തോന്നലാണ് സംസാരിച്ചില്ല എന്നുള്ളത്. ചർച്ച കഴിഞ്ഞ് താങ്കൾ നോക്കൂ, സംസാരിക്കാൻ മതിയായ സമയം കിട്ടിയോ എന്നുള്ള കാര്യം ഞാൻ തിരികെ